ഹലോ സ്നേഹിതരെ, ബൈബിളിനെ ഏറുന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്കായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യ രക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ്. ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് ദിവസം 118. ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ 1 സാമുവേൽ അധ്യായം 27, 28. ഒപ്പം 34 സങ്കീർത്തനം നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫിലിസ്തീനയുടെ നാട്ടിൽ അഭയം തേടുന്ന ദാവീദിനെയും ദുർമന്ത്രവാദിനിയെ സമീപിക്കുന്ന സാവൂളിനെയുമാണ് ഇന്നത്തെ വചന വായനയിൽ നാം കണ്ടെത്തുന്നത്. വായനയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ്. വചനം വായിച്ചു തുടങ്ങുകയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 സാമുവേൽ അധ്യായം 27. ദാവീദ് ഫിലിസ്ത്യക്കാരുടെ നാട്ടിൽ. ദാവീദ് ആത്മഗതമായി പറഞ്ഞു, ഞാൻ ഒരു ദിവസം സാവൂളിൻ്റെ കൈകൊണ്ട് തൂത്തെറിയപ്പെടും. ഫിലിസ്ത്യക്കാരുടെ നാട്ടിലേക്ക് സൗകര്യപൂർവ്വം കടന്നു കളയുന്നതല്ലേ എനിക്ക് നല്ലത്. അപ്പോൾ ഇസ്രായേൽ അതിർത്തിയിലെല്ലാം സാവൂൾ ഇനിയും എന്നെ അന്വേഷിച്ചു മടുക്കും. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ദാവീദ് എഴുന്നേറ്റു. അവനും അവനോടൊപ്പമുള്ള 600 ആളുകളും മാവോക്കിൻ്റെ മകനും ഗത്ത് രാജാവുമായ അക്കീഷിൻ്റെ പക്കലേക്ക് കടന്നു. ദാവീദും അവൻ്റെ ആളുകളും ഓരോരുത്തരും അവനവൻ്റെ കുടുംബവും ഗത്തിൽ അക്കീഷിനോടൊപ്പം വസിച്ചു. ദാവീദിനോടുകൂടെ അവൻ്റെ 2 ഭാര്യമാരായ ജസ്രയേൽക്കാരി അഹിനോവാമും നാബാലിൻ്റെ ഭാര്യയായിരുന്ന കാർമലുകാരി അബിഗായിലും ഉണ്ടായിരുന്നു. ദാവീദ് ഗത്തിലേക്ക് പലായനം ചെയ്തെന്ന് സാവൂളിന് വാർത്ത കിട്ടി. പിന്നെ അവനു വേണ്ടിയുള്ള തൻ്റെ അന്വേഷണം അയാൾ തുടർന്നില്ല. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, നിന്റെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയെങ്കിൽ തുറസായ പട്ടണങ്ങളിലൊന്നിൽ അവർ എനിക്കൊരു സ്ഥലം തരട്ടെ. ഞാൻ അവിടെ പാർത്തുകൊള്ളാം. നിന്റെ ദാസൻ എന്തിന് നിന്നോടൊത്ത് ഈ രാജനഗരിയിൽ താമസിക്കണം? അന്ന് തന്നെ അക്കീഷ് അവന് സിക്ലാഗ് കൊടുത്തു. അതിനാലാണ് ഈ ദിനം വരെയും സിക്ലാഗ് യൂദാ രാജാക്കന്മാരുടേതായിരിക്കുന്നത്. ദാവീദ് ഫിലിസ്ത്യക്കാരുടെ വിജനപ്രദേശത്ത് താമസിച്ച ദിനങ്ങളുടെ എണ്ണം 1 വർഷവും 4 മാസവുമാണ്. ഗഷൂറുകാരുടെയും ഗറേസുകാരുടെയും അമലേക്കുകാരുടെയും നേർക്ക് ദാവീദ് തൻ്റെ ആളുകളുമൊത്ത് മിന്നലാക്രമണം നടത്തി. അവർ ഷൂറിലേക്കുള്ള ദിശയിൽ ഓലാം മുതൽ ഈജിപ്ത് ദേശം വരെയുള്ള നാട്ടിലെ നിവാസികളായിരുന്നല്ലോ. ദാവീദ് ആ ദേശം ആക്രമിച്ചു. പുരുഷനെയോ സ്ത്രീയെയോ അവൻ ജീവനോടെ വെച്ചില്ല. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ പിടിച്ചെടുത്ത് അവൻ അക്കീഷിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. ഇന്ന് നിങ്ങൾ എവിടെയാണ് മിന്നലാക്രമണം നടത്തിയത് എന്ന് അക്കീഷ് ചോദിച്ചപ്പോൾ, യൂദായുടെ നെഗബിലും ജെറമിയേലുകാരുടെ നെഗബിലും കയീൻകാരുടെ നെഗബിലും എന്ന് ദാവീദ് പറഞ്ഞു. ഫിലിസ്ത്യക്കാരുടെ വിജനപ്രദേശത്ത് വസിക്കുന്ന കാലമത്രയും ഇങ്ങനെയായിരുന്നു ദാവീദ് ചെയ്തത്. ഇപ്രകാരമായിരുന്നു അവൻ്റെ നടപടിയെന്ന് പറഞ്ഞ് അവർ ഗത്തിലേക്ക് ചെന്ന് തങ്ങളെക്കുറിച്ചുള്ള വാർത്ത അറിയിക്കാതിരിക്കണം എന്ന് കരുതിയാണ് ദാവീദ് പുരുഷനെയോ സ്ത്രീയെയോ ജീവിക്കാൻ അനുവദിക്കാതിരുന്നത്. അവൻ സ്വജനമായ ഇസ്രായേലിൽ തികച്ചും വെറുക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. അവൻ എന്നും എനിക്ക് ദാസനായിരിക്കുമെന്ന് സ്വഗതം ചെയ്തുകൊണ്ട് അക്കീഷ് ദാവീദിൽ വിശ്വാസമർപ്പിച്ചു. 1 സാമുവേൽ അധ്യായം 28. അക്കാലത്ത് ഫിലിസ്ത്യക്കാർ ഇസ്രായേലിനോട് പൊരുതാൻ തങ്ങളുടെ സേനാവ്യൂഹങ്ങളെ യുദ്ധത്തിനായി ഒരുമിച്ച് കൂട്ടി. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, നീയും നിന്റെ ആളുകളും സൈന്യത്തിൽ എന്നോടൊത്ത് പുറപ്പെടേണ്ടതാണ് എന്ന് നീ ഉറപ്പായി അറിയണം. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, ശരി, നിന്റെ ദാസൻ ചെയ്യുന്നത് നിനക്ക് മനസ്സിലായിക്കൊള്ളും. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, കൊള്ളാം, നിന്നെ ഞാൻ എക്കാലത്തേക്കുമുള്ള എൻ്റെ അംഗരക്ഷകനായി നിയമിക്കും. സാവൂളും എൻദോറിലെ മൃതസമ്പർക്കക്കാരിയും. സാമുവേൽ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇസ്രായേൽക്കാരെല്ലാം അവനെക്കുറിച്ച് വിലപിക്കുകയും അവനെ അവൻ്റെ നഗരമായ റാമായിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. സാവൂൾ എല്ലാ മൃതസമ്പർക്കക്കാരെയും മന്ത്രവാദികളെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഫിലിസ്ത്യക്കാർ സംഘം ചേർന്ന് വന്ന് ശുനേമിൽ പാളയമടിച്ചത്. എല്ലാ ഇസ്രായേൽക്കാരെയും സാവൂളും സംഘടിപ്പിച്ചു. അവർ ഗിൽബോവയിൽ പാളയമടിച്ചു. സാവൂൾ ഫിലിസ്ത്യക്കാരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു. അവൻ്റെ മനസ്സ് വല്ലാതെ പതറി. അവൻ കർത്താവിനോട് ആരാഞ്ഞു,
പക്ഷേ സ്വപ്നങ്ങളിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ കർത്താവ് അവന് ഉത്തരം നൽകിയില്ല. അപ്പോൾ സാവൂൾ തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഒരു മൃതസമ്പർക്ക വിദഗ്ധയെ എനിക്കായി അന്വേഷിക്കുവിൻ. ഞാൻ അവളുടെ പക്കലേക്ക് പോയി അവൾ വഴി ഉത്തരം അന്വേഷിക്കട്ടെ. ഇതാ, എൻദോറിൽ ഒരു മൃതസമ്പർക്കക്കാരിയുണ്ട് എന്ന് അവൻ്റെ ദാസന്മാർ അവനോട് പറഞ്ഞു. സാവൂൾ വേറെ വസ്ത്രങ്ങൾ അണിഞ്ഞ് വേഷപ്രച്ഛന്നനായി അവൻ 2 ആളുകളോടൊപ്പം യാത്ര ചെയ്ത് രാത്രിയിൽ ആ സ്ത്രീയുടെ പക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു മൃതവിദ്യ കൊണ്ട് ദയവായി മന്ത്രം ചെയ്ത് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നവനെ എനിക്കായി ഉയർത്തിത്തരിക. ആ സ്ത്രീ അവനോട് പറഞ്ഞു, ഇതാ സാവൂൾ ചെയ്തത് നിനക്കറിയാമല്ലോ. അവൻ മൃതസമ്പർക്കക്കാരെയും മന്ത്രവാദികളെയും നാട്ടിൽ നിന്ന് വിച്ഛേദിച്ചു. എന്നെ കൊല്ലിക്കാൻ പിന്നെ എന്തിന് നീ എൻ്റെ ജീവന് കെണിവെക്കുന്നു? ജീവിക്കുന്ന കർത്താവാണേ ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് സാവൂൾ കർത്താവിനെ കൊണ്ട് അവളോട് ശപഥം ചെയ്തു. ഞാൻ ആരെയാണ് നിനക്ക് വേണ്ടി ഉയർത്തിത്തരേണ്ടത് എന്ന് ആ സ്ത്രീ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, സാമുവേലിനെ എനിക്കായി ഉയർത്തിത്തരിക. സാമുവേലിനെ കണ്ടപ്പോൾ ആ സ്ത്രീ ഉച്ചസ്വരത്തിൽ നിലവിളിച്ചു. സാവൂളിനോട് ആ സ്ത്രീ ഇപ്രകാരം ചോദിച്ചു, എന്തിനാണ് നീ എന്നെ കബളിപ്പിച്ചത്? നീ സാവൂളാണ്. രാജാവ് അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. യഥാർത്ഥത്തിൽ നീ എന്താണ് കാണുന്നത്? ആ സ്ത്രീ സാവൂളിനോട് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു ദേവനെ ഞാൻ കാണുന്നു. തുടർന്ന് അവൻ അവളോട് ചോദിച്ചു, അവൻ്റെ രൂപമെങ്ങനെ? അവൾ പറഞ്ഞു, വൃദ്ധനായ ഒരാളാണ് കയറി വരുന്നത്, ഒരങ്കി ചുറ്റിയിട്ടുമുണ്ട്. അത് സാമുവേലാണെന്ന് സാവൂളിന് മനസ്സിലായി. അവൻ നിലത്തേക്ക് മുഖം കുമ്പിട്ട് അവനെ വണങ്ങി. സാമുവേൽ സാവൂളിനോട് ചോദിച്ചു, എന്നെ വിളിച്ചുയർത്തിക്കൊണ്ട് എന്തിന് നീ എന്നെ ശല്യപ്പെടുത്തി? സാവൂൾ പറഞ്ഞു, ഞാൻ ഏറെ ഞെരുങ്ങുകയാണ്. ഫിലിസ്ത്യക്കാർ എനിക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ദൈവമാകട്ടെ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അവിടുന്ന് പ്രവാചകന്മാർ മുഖേനയോ സ്വപ്നങ്ങളിലൂടെയോ ഇപ്പോൾ എനിക്ക് ഉത്തരം തരുന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് എന്നെ അറിയിക്കേണ്ടതിനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. സാമുവേൽ പറഞ്ഞു, കർത്താവ് നിന്നിൽ നിന്നകന്ന് നിനക്ക് ശത്രുവായിരിക്കെ എന്തിനാണ് നീ എന്നോട് ആരായുന്നത്? ഞാൻ മുഖേന കർത്താവ് സംസാരിച്ചതുപോലെ അവിടുന്ന് നിന്നോട് പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവ് രാജ്യം നിന്റെ കയ്യിൽ നിന്ന് അടർത്തിയെടുത്ത് അത് നിന്റെ അയൽക്കാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ കർത്താവിൻ്റെ സ്വരം അനുസരിക്കാതിരിക്കുകയും അമലേക്കിനെതിരെ അവിടുത്തെ ഉഗ്രകോപം നടപ്പാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇന്ന് ഇക്കാര്യം നിന്നോട് പ്രവർത്തിക്കുന്നത്. നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്ത്യകരത്തിൽ ഏൽപ്പിക്കും. നീയും നിന്റെ പുത്രന്മാരും നാളെ എന്നോടൊത്തായിരിക്കും. ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്ത്യകരത്തിൽ ഏൽപ്പിക്കും. പൊടുന്നനെ സാവൂൾ നെടുനീളത്തിൽ നിലത്തേക്ക് വീണു. സാമുവേലിൻ്റെ വാക്കുകൾ നിമിത്തം അവനേറെ ഭയന്നിരുന്നു. കൂടാതെ രാപകലുടനീളം ഭക്ഷണം കഴിക്കാതിരുന്നതിനാൽ അവന് ശേഷിയുണ്ടായിരുന്നില്ല. ആ സ്ത്രീ സാവൂളിൻ്റെ അടുക്കൽ വന്നു. അവൻ ഏറെ സംഭീതനാണെന്ന് കണ്ട് അവനോട് പറഞ്ഞു, ഇതാ നിന്റെ പരിചാരിക നിന്റെ സ്വരം ശ്രവിച്ചു. നീ എന്നോട് പറഞ്ഞ നിന്റെ വാക്കുകൾ എൻ്റെ ജീവൻ കയ്യിലെടുത്തു പോലും ഞാൻ ശ്രവിച്ചു. ഇപ്പോൾ നിന്റെ പരിചാരികയുടെ സ്വരം നീയും ശ്രവിച്ചാലും ഒരു അപ്പക്കഷണം ഞാൻ നിന്റെ മുമ്പിൽ വിളമ്പാം. നിനക്ക് ശക്തിയുണ്ടാകാനായി നീ ഭക്ഷിക്കുക. നിനക്കൊരു യാത്ര പോകേണ്ടതുണ്ടല്ലോ. എന്നാൽ അത് നിരസിച്ചുകൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നില്ല എന്നവൻ പറഞ്ഞു. അവൻ്റെ ദാസന്മാരും ആ സ്ത്രീ തന്നെയും അവനെ നിർബന്ധിച്ചപ്പോൾ അവൻ അവരുടെ വാക്ക് കേട്ട് നിലത്തുനിന്ന് എഴുന്നേറ്റ് കിടക്കയിലേക്കിരുന്നു. ആ സ്ത്രീക്ക് തൊഴുത്തിൽ ഒരു കൊഴുത്ത കാളക്കുട്ടിയുണ്ടായിരുന്നു. അവൾ തിടുക്കത്തിൽ അതിനെ അറുത്തു. ധാന്യപ്പൊടിയെടുത്ത് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പം ചുടുകയും ചെയ്തു. അവൾ അത് സാവൂളിൻ്റെ മുമ്പിലും ദാസന്മാരുടെ മുമ്പിലും കൊണ്ടുവന്ന് വെച്ചു. അവർ ഭക്ഷിച്ചു. പിന്നെ അവർ എഴുന്നേറ്റ് ആ രാത്രിയിൽ തന്നെ യാത്ര തിരിച്ചു. സങ്കീർത്തനങ്ങൾ 34. ദൈവത്തിൻ്റെ സംരക്ഷണം. ദാവീദിൻ്റേത്. അബിമേലെക്കിൻ്റെ മുമ്പിൽ അവൻ ബുദ്ധിഭ്രമം നടിക്കുകയും അയാൾ അവനെ പുറത്താക്കുകയും അവൻ വിട്ടുപോവുകയും ചെയ്തപ്പോൾ, കർത്താവിനെ ഞാൻ എല്ലാ സമയവും വാഴ്ത്തും. എൻ്റെ അധരത്തിൽ നിരന്തരം അവിടുത്തെ സ്തുതികളാണ്. എൻ്റെ ആത്മാവ് കർത്താവിൽ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്യട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം പുകഴ്ത്താം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി. എൻ്റെ സർവ്വഭീതികളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ ഉറ്റുനോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഭഗ്നാശമാകാതിരിക്കട്ടെ. ഈ എളിയവൻ വിളിച്ചപേക്ഷിച്ചു, കർത്താവ് കേട്ടു. അവൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിച്ചു. കർത്താവിനെ ഭയപ്പെടുന്നവരുടെ ചുറ്റും അവിടുത്തെ ദൂതൻ പാളയമടിച്ച് അവരെ വിടുവിക്കുന്നു. കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്ന വ്യക്തി ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. എന്തെന്നാൽ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒരു കുറവുമുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയും കുറഞ്ഞു പോവുകയില്ല. മക്കളെ വരുവിൻ, എന്നെ ശ്രവിക്കുവിൻ.
ഞാൻ നിങ്ങളെ കർത്തൃഭയം അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നന്മ കാണാൻ ദിനങ്ങൾ കാംക്ഷിക്കുകയും ചെയ്യുന്നവനാര്? തിന്മയിൽ നിന്ന് നിന്റെ നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് നിന്റെ അധരങ്ങളെയും കാത്തു സൂക്ഷിക്കുക. തിന്മ വിട്ടകന്ന് നന്മ ചെയ്യുക, സമാധാനം തേടി അതിനെ പിന്തുടരുക. നീതിമാന്മാരിലേക്കാണ് കർത്താവിൻ്റെ കണ്ണുകൾ, അവിടുത്തെ കാതുകൾ അവരുടെ നിലവിളിയിലേക്കും. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവിൻ്റെ മുഖം അവർക്കെതിരെയാണ്. നിലവിളിക്കുമ്പോൾ കേൾക്കുന്നവനാണ് കർത്താവ്. അവരുടെ സകലവിധ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ വളരെയാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവിടുന്ന് കാത്തു സൂക്ഷിക്കുന്നു, അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടനെ സംഹരിക്കും, നീതിമാനെ ദ്വേഷിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. കർത്താവ് തൻ്റെ ദാസരുടെ ജീവൻ പരിത്രാണം ചെയ്യുന്നു, അവിടുത്തെ ശരണം പ്രാപിക്കുന്ന ആരും ശിക്ഷിക്കപ്പെടുകയില്ല. നല്ല കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 118 ദിവസത്തിലേക്ക് വചനവായനെ എത്തിക്കുന്ന അവിടുത്തെ മഹാകൃപയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ദുർമന്ത്രവാദിനിയെ സമീപിക്കുന്ന സാവൂളിനെക്കുറിച്ച് ഞങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുന്നതിൽ നിന്ന് വിമുഖത കാട്ടി ദൈവത്തെ ആശ്രയിക്കാതെ കൃപയുടെ സ്രോതസ്സുകളിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ ഒരാൾക്ക് എത്തിപ്പെടാവുന്ന ദുരന്തങ്ങളുടെ ആധിക്യം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവകൃപ നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളും ലംഘിച്ച് പരിപൂർണമായി കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടവനായി നിൽക്കുന്ന സാവൂൾ മരണത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, ദൈവമായ കർത്താവെ, കൃപയുടെ കൈവഴികളോട് എന്നും ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഒരിക്കലും അങ്ങിൽ നിന്ന് വേർപെട്ടു പോകാൻ ഞങ്ങൾക്കിടയാവരുതേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഫിലിസ്ത്യരുടെ ദേശത്ത് അഭയം തേടിപ്പോകുമ്പോഴും തൻ്റെ ദേശത്തോടും ജനതയോടുമുള്ള ദാവീദിൻ്റെ ഉത്തരവാദിത്വ ബോധവും അവർക്ക് വേണ്ടിയുള്ള തീക്ഷ്ണതയും കർത്താവെ, സഭയ്ക്ക് വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ മറന്നധ്വാനിക്കാനുള്ള തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകി സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഒന്നാം പ്രമാണ ലംഘനങ്ങളിൽ ഉൾപ്പെടാതെ ആത്മാക്കളോട് സംസർഗം ചെയ്യുകയോ പൈശാചിക സ്രോതസ്സുകളെ സമീപിക്കുകയോ മന്ത്രവാദ ആഭിചാര ബന്ധങ്ങളിലേക്ക് കടന്നുപോവുകയോ ചെയ്യാതെ എന്നും ദൈവാശ്രയത്വത്തിൻ്റെ നിർമ്മല പാതകളിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഒന്നാമത്തേത്, ദാവീദ് ഫിലിസ്ത്യ രാജാവായ അക്കീഷിൻ്റെ അടുക്കൽ അഭയം തേടുകയാണ്. അക്കീഷ് ഹൃദയവിശാലതയോടെ ദാവീദിന് അഭയം നൽകുന്നു, ദാവീദിന് താമസിക്കാനായി ഒരു സ്ഥലം നൽകുന്നു. പക്ഷേ നമുക്കറിയാം, ഈ ശത്രു ദേശത്ത് തൻ്റെ ജീവൻ രക്ഷിക്കാനായി പോയി താമസിക്കുമ്പോഴും ദാവീദിൻ്റെ വ്യഗ്രത അതിനു ചുറ്റുമുള്ള ദൈവജനത്തിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുക എന്നതാണ്. തൻ്റെ അപകടാവസ്ഥയിൽ തനിക്ക് അഭയം കിട്ടുക എന്നതിനേക്കാളും ദാവീദിനെ അലട്ടുന്നത് ദൈവജനത്തിൻ്റെ അഭയവും സുരക്ഷിതത്വവുമാണ്. ഈ ഒരു നന്മ എപ്പോഴും ദാവീദിൽ കാണാൻ കഴിയും. അക്കീഷിൻ്റെ ദേശത്ത് സുരക്ഷിതനായി ജീവിക്കുമ്പോഴും തൻ്റെ ഉത്തരവാദിത്വം അയാൾ മറക്കുന്നില്ല. ശത്രുപക്ഷത്തോട് ചേർന്ന് ഇസ്രായേലിന് അയാൾ എതിരാവുന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാവൂൾ ദുർമന്ത്രവാദിനിയെ, മൃതസമ്പർക്ക വിദ്യക്കാരിയെ സമീപിക്കുന്നതാണ്. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന, സംശയങ്ങളുണ്ടാക്കാവുന്ന ഒരു വചനഭാഗമാണ്. ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. സാമുവേലിൻ്റെ മരണത്തിന് ശേഷം ദൈവസ്വരം കേൾക്കാതെയാവുകയും പ്രവാചകന്മാരിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ ദൈവം മുന്നോട്ടു പോകേണ്ട വഴി കാണിക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ നിരാശനായ സാവൂൾ ഒരു ദുർമന്ത്രവാദിനിയുടെ സഹായത്തോടെ സാമുവേലിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയും ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ സാവൂൾ കൊല്ലപ്പെടുമെന്ന് സാമുവേലിലൂടെ ദൈവം അരുളി ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ വായിച്ചത്. ഈ വചനഭാഗത്തിൻ്റെ സങ്കീർണത, ദുർമന്ത്രവാദിനിയിലൂടെ മരിച്ചവരുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കഴിയുമോ എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഭാഗം അവശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന ബോധ്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നു. 1. മൃതസമ്പർക്ക വിദ്യ, ആത്മാക്കളോടുള്ള സമ്പർക്കം, ആത്മാക്കളെ വിളിച്ചു വരുത്തുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും സമ്പൂർണമായി നിരാകരിക്കുകയും നിഷേധിക്കുകയും അതിനെ ശിക്ഷാർഹമാകുന്ന വിധത്തിൽ കടുത്ത 1-ാം പ്രമാണ ലംഘനമായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ട് ഒരിക്കലും ആത്മാക്കളെ വിളിച്ചു വരുത്തുക, നെക്രോമൻസി, മൃതസമ്പർക്ക വിദ്യ തുടങ്ങിയ കാര്യങ്ങൾ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അപ്പോൾ അടുത്ത പ്രശ്നം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അങ്ങനെയാണെങ്കിൽ
ദുർമന്ത്രവാദിനി വിളിച്ചപ്പോൾ വന്നത് സാമുവേലല്ലേ? മരിച്ചുപോയ ഒരാളുടെ ആത്മാവ് ബൈബിളിൻ്റെയും തിരുസഭയുടെയും കൃത്യമായ വിശ്വാസം പഠിപ്പിക്കുന്നതനുസരിച്ച് ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നില്ല. മരിച്ചവരുടെ ആത്മാക്കൾ മരണനേരത്ത് തന്നെ തനത് വിധിയിൽ, പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റിൽ അവർക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വിധിക്കപ്പെട്ട് യാത്രയാവുന്നു. ഒന്നുകിൽ നരകം, അല്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. ഈ 3 അവസ്ഥകളിലല്ലാതെ മരിച്ച ആത്മാക്കൾ ഒരിക്കലും പ്രപഞ്ചത്തിലൂടെ അലഞ്ഞു തിരിയുകയോ മനുഷ്യരുടെ ലോകത്ത് മനുഷ്യർക്ക് കാണപ്പെടാവുന്ന വിധത്തിൽ നിലനിൽക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ദൈവം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ജീവിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക് അവർക്ക് കാണാവുന്ന വിധത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ബൈബിൾ പ്രകാരം തെറ്റല്ല. അങ്ങനെയൊരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ദുർമന്ത്രവാദിനിയുടെ മൃതസമ്പർക്ക വിദ്യയിലൂടെയല്ല സാമുവേൽ വരുന്നത്, മറിച്ച് എല്ലാ അർത്ഥത്തിലും ദൈവത്തെ നിഷേധിച്ച് എല്ലാ അർത്ഥത്തിലും ദൈവമാർഗങ്ങളിൽ നിന്നകന്ന സാവൂൾ ഇപ്പോൾ തൻ്റെ ആത്മാവിൻ്റെ നാശത്തിനു മേലടിക്കുന്ന അവസാനത്തെ ആണിയായ ഈ ദുർമന്ത്രവാദിനിയെ സമീപിക്കുന്നത് വഴി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ആരായുമ്പോൾ ദൈവം തന്നെയാണ് സാമുവേലിൻ്റെ ആത്മാവിനെ സാവൂളിൻ്റെ അടുത്തേക്ക് സാവൂളിന് വെളിപ്പെടുത്തക്ക വിധം അയക്കുന്നത്. ആ മീഡിയം ദുർമന്ത്രവാദിനി ആയി എന്നതുകൊണ്ട് അത് സാമുവേൽ അല്ലാതെയാകുന്നില്ല എന്ന് പ്രഭാഷകന്റെ പുസ്തകം 46-ാം അധ്യായം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മരിച്ചതിന് ശേഷവും സാമുവേലിൻ്റെ ആത്മാവ് പ്രവചിച്ചു എന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്നും. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നതനുസരിച്ച് സാമുവേലിൻ്റെ ആത്മാവ് തന്നെയാണ് വന്നത്. പക്ഷേ അത് ദുർമന്ത്രവാദിനിയുടെ മൃതസമ്പർക്ക വിദ്യയിലൂടെ വന്നതല്ല, മറിച്ച് ഈ മന്ത്രവാദിനി ആത്മാവിനെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവം സാമുവേലിനെ സാവൂളിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അയക്കുകയാണ്. അങ്ങനെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരിക്കലും സാവൂളിന് അനുകൂലമായ കാര്യങ്ങളല്ല, അവൻ്റെ മേൽ ഉച്ചരിക്കപ്പെടുന്ന ശിക്ഷാവിധിയാണത്. ഈ ഭാഗം വായിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അത് സാമുവേൽ അല്ല, അല്ലെങ്കിൽ അത് ദൈവത്താൽ അയക്കപ്പെട്ടതല്ല എന്ന് തോന്നാത്ത വിധമാണ് ഈ വചനവായനയുടെ ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് വന്നത് സാമുവേലിൻ്റെ ആത്മാവാണ്. പക്ഷേ സാമുവേലിൻ്റെ ആത്മാവ് ദുർമന്ത്രവാദിനി വിളിച്ചപ്പോൾ ഇവിടെ വന്നു എന്നതുകൊണ്ട് ആത്മാക്കളെ മന്ത്രവാദത്തിലൂടെ വിളിച്ചു വരുത്താം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ വരുന്നത് ആത്മാക്കളാണെന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇത്തരം ആഭിചാര പ്രവർത്തികളിലൂടെ ആത്മാക്കളുമായി സമ്പർക്കം നേടുന്നവർ സമ്പർക്കത്തിലാവുന്നത് മരിച്ചവരുടെ ആത്മാക്കളുമായിട്ടല്ല. മനസ്സിലാക്കിയിരിക്കണം, പിശാചാണ് മരിച്ചവരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം സാമുവേലിനെ അയക്കുന്നു. അത് സാവൂളിന് വരാൻ പോകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് സാവൂളിന് ബോധ്യപ്പെടുത്താൻ ദൈവം അയക്കുന്ന ഒരു പ്രത്യേക സംഭവമായി മാത്രമാണ് ഇതിനെ കാണേണ്ടത്. ഈ സംഭവം വായിക്കുന്നത് വഴി മരിച്ചവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നെന്നോ അല്ലെങ്കിൽ മന്ത്രവാദത്തിലൂടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരായാമെന്നോ ഒരിക്കലും ആരും ചിന്തിക്കരുത്. വചനപ്രകാരം അത് തെറ്റാണ്. ദൈവം അത് വിലക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നില്ല. മറിച്ച് അങ്ങനെ ആരെങ്കിലും ആത്മാക്കളെ വിളിച്ചു വരുത്തിയാൽ വരുന്നത് മരിച്ചവരുടെ ആത്മാക്കളല്ല, മറിച്ച് പിശാച് തന്നെയാണ് മരിച്ചവരുടെ രൂപത്തിൽ വരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിർണായകമായ തൻ്റെ ജീവിത ദുരന്തത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പടിയിലേക്ക് സാവൂൾ എത്തി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ വായന അവസാനിക്കുന്നത്. കൃപാവരങ്ങളിൽ നിന്നും കൃപയുടെ കൈവഴികളിൽ നിന്നും മാറി നടന്ന് ഒടുവിൽ ഒരു അവിശ്വാസിയുടേതിനേക്കാൾ ഹീനവും ലജ്ജാകരവുമായ അന്ത്യത്തിലേക്ക് സാവൂൾ കടന്നുപോകുന്ന വേദനാജനകമായ ഒരു ചിത്രം. ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ, ദൈവത്തിൻ്റെ അഭിഷേകം തലയിൽ വീണവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ വേദനയാർന്ന ഒരു ചിത്രം വരച്ച് കാണിച്ചുകൊണ്ട് ഇന്നത്തെ വചന വായന അവസാനിക്കുന്നു. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ ശുശ്രൂഷയെ പരിചയപ്പെടുത്താനും. നാളെ ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപകൾ നേർന്നുകൊണ്ട് പീസ്.